തോറ്റു എന്നുള്ളൊരു സത്യമല്ലേ? നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയല്ലേ. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നടിച്ചൊന്നും പോയിക്കില്ല. നിങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് അവസാനിപ്പിച്ചില്ലേ? അത് ക്ലാരിഫിക്കേഷൻ ഒന്നും ഇപ്പൊ ഇല്ല. അല്ല, കാരണം ഞങ്ങൾ കണ്ടെത്തുകയാണല്ലോ. അല്ല, അത് വെറുതെ ഇങ്ങനെ തർക്കം ഉന്നയിച്ചിട്ട് കാര്യമില്ല. ഞാനതിനില്ല. നിങ്ങളായിട്ട് അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കണമെന്ന് എനിക്ക് താല്പര്യവുമില്ല. ഞാൻ പറയും അതെ, നിങ്ങളിപ്പോ കുറെ ദിവസങ്ങളായിട്ട് ആ വിഷയങ്ങൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അതുകൊണ്ട് ഞാൻ അതിന്റെ അടുത്തുള്ള ഞങ്ങളൊരു നിലപാട് ഞാൻ പറഞ്ഞു. ഞാനിപ്പോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലപാടാണ് പറയുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതിന്റെ കാരണങ്ങൾ എന്താ അതുകൊണ്ട് അഭിപ്രായമില്ല എന്നുള്ളതല്ല. അല്ല, തോറ്റു എന്നുള്ളൊരു സത്യമല്ലേ? നേരത്തെ ഞാൻ തന്നെ പറഞ്ഞിട്ടില്ല, പ്രതീക്ഷിച്ച വിജയം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ തോൽവി തന്നെയല്ലേ. തോൽവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആകെ തകർന്നടിച്ചൊന്നും പോയിക്കില്ല. നിങ്ങൾ പലരും വിശദീകരിച്ചതുപോലെ ഈ കപ്പൽ മുങ്ങിക്കഴിഞ്ഞിട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തിരിച്ചു വരാൻ കഴിയാവുന്ന അതിന്ന് മാതൃഭൂമി പത്രമൊക്കെ വായിച്ചാൽ നമുക്ക് മനസ്സിലാകില്ലേ എന്തായിട്ട് വ്യത്യാസം എന്നുള്ളത്. അതൊക്കെ അതുപോലെയുള്ള കാര്യങ്ങളിൽ പിടിച്ചു തൂങ്ങാനല്ല ഞങ്ങൾ ശ്രമിക്കുന്നത്. ഇതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് പരിശോധിച്ച്, വസ്തുത പരിശോധിച്ച്, ഞങ്ങൾ എടുത്ത നിലപാടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ ഈ അംഗീകാരം വന്നാൽ പോരാലോ. അതുകൊണ്ട് എന്താണ് ജനങ്ങൾ ഇങ്ങനെ ചിന്തിക്കാനിടയായത്, അത് വളരെ വിശദമായിട്ട് ഞങ്ങൾ പരിശോധിച്ച്, നല്ല സംയമനത്തോടെ പരിശോധിച്ച് തിരുത്തലിന് വിധേയമാവുക എന്നുള്ളതാണ്. ഒരു സംശയവും നിങ്ങൾ വിചാരിക്കണ്ട. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 3ാം തവണയും അധികാരത്തിൽ തുടരും. ആ അധികാര തുടർച്ചയെ പൂർണ്ണമായി നിഷേധിക്കുന്ന ജനവിധിയൊന്നല്ല ഇത്. ഗവൺമെന്റ് അധികാര തുടർച്ചയിലേക്ക് പോകും എന്ന കാര്യം തർക്കമില്ല. ജനങ്ങൾ വന്നിട്ടുള്ള ഈ പ്രതികരണം ഞങ്ങൾ വളരെ വിശദമായി ഞങ്ങൾ പരിശോധിച്ച് ഞങ്ങൾ എന്ത് തിരുത്തണം എന്നാണ് ജനങ്ങൾക്ക് അഭിപ്രായമെങ്കിൽ ഞങ്ങൾ അത് തിരുത്താൻ തയ്യാറാവും. അതാണ് ആ കാര്യത്തിലുള്ളത്. ആ നിലപാടെടുത്തിട്ടാണ് ഞങ്ങൾ മുമ്പോട്ട് പോകുന്നത്. നിങ്ങൾ എത്ര എന്നെ നിർബന്ധിക്കരുതെന്ന് ഞാൻ പറയുന്നത്. നിങ്ങൾ എത്ര നിർബന്ധിച്ചു കഴിഞ്ഞാലും എനിക്കിപ്പോ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനനുസരിച്ചുള്ള ഉത്തരവൊന്നും എനിക്കിപ്പോ പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തരം കാര്യങ്ങളിൽ ഫൈനലായ ഒരു നിലപാടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ഇന്നലെ തന്നെ ഗോവിന്ദ മാഷ് CPM-ന്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട്. CPM-ന്റെ നിലപാട് ഇപ്പം ഈ 27-ാം തീയതി CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റും 28, 29 തീയതികളിൽ പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി യോഗവും ഇവിടെ ചേരുന്നുണ്ട്. അത് പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വിശകലനത്തിന് വേണ്ടിയിട്ടാണ് ചേരുന്നത്. അപ്പം CPM ഇതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും അതിനകത്ത് വരും. എല്ലാ പാർട്ടികളും ചേർന്ന ഒരു സംവിധാനമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനുവരി ആദ്യത്തെ ആഴ്ച അപ്പോഴേക്കും എല്ലാ പാർട്ടികളുടെയും വിശകലനം നടക്കും. എല്ലാ പാർട്ടികൾക്കും തുറന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കകത്ത് പറയാം. എന്നിട്ട് ഞങ്ങൾ കൂട്ടായ ഒരു നിലപാടിലെത്തും. അത് നിങ്ങളുടെ മുമ്പിലും ഞങ്ങളത് സംസാരിക്കും. അതാണ് ഇപ്പൊ എടുക്കുന്ന നിലപാട്.